അരീക്കേട്ടാണ് പോണേ. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ പാമ്പാക്കടയിൽ നേരെ വരുമ്പോഴുള്ള ഒരു ചെറിയൊരു കുരിശുപള്ളി ഉണ്ട്, അവിടെ റൈറ്റ് ചെയ്താണ് പോണേ. അപ്പോൾ നേരെ പോയാലും അരീക്കേട്ട് തന്നെയാണ് ചെല്ലുന്നത്. നേരെ ഒരു 1/2 കിലോമീറ്റർ തന്നെ അവിടെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരീക്കേ ചെല്ലും. അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ താഴെവടിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ വഴിയാണ് ഏറ്റവും അടിപൊളി. ചെറിയ വഴിയും അതുപോലെ നല്ല നല്ല പച്ചപ്പാണ് ഉള്ള ഏരിയ. ഓയ്യോ, ഇന്ന് വെള്ളം കണ്ടമാനം വെള്ളാട്ടോ. ഓ, കണ്ടിട്ട് തന്നെ പേടിയാണ്. ഒരൊറ്റ മനുഷ്യന്മാർ കാണുന്നു, അതുപോലെ വെള്ളം. ആൾക്കാർ കുറവായിരിക്കും. ഓയ്യോ, വെള്ളം തന്നെ വരുമോ? നമുക്ക് കയറി പാസ് എടുത്തിട്ട് കയറി കണ്ടിട്ട് വരാം. എവിടെയാട്ടോ പാസ് എടുക്കാൻ സ്ഥലം? കടയൊക്കെ അടക്കി, ചായക്കടയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എവിടെയാട്ടോ പാസ് എടുക്കാൻ? ഒരാൾക്ക് എത്ര ഇടേ? 2 ആ പോണ വഴിക്ക് വള്ളി ഇടാം എന്നേട്ടേ. ഇപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ അവിടെ കയറുന്നതിന്. അപ്പോൾ അതുപോലെ തന്നെ മേളിൽ ബേഡ്സിൻ്റെ എന്തോ സംഭവമില്ല, ഏറ്റവും ടോപ്പിൽ, അത് ടോപ്പിലേക്ക് കൂടെ വരണം. അവിടെ പോകണമെങ്കിൽ അവിടെ 50 രൂപയാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ പോകണില്ല, വെള്ളം കണ്ടിട്ട് നേരെ വീട്ടിൽ. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ക്യാഷും കിട്ടി. അപ്പോൾ ഇതാണ് പോണ വഴി. അപ്പോൾ സിദ്ധി ഞാനിങ്ങനെ ആയിട്ടൊന്ന് പോന്നേക്കണേ. നമ്മുടെ അനിയൻ ചേർക്ക് ഞാനിങ്ങനെ പോകും. അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സൗണ്ട്. ആ ഏരിയയിലെങ്ങ് നിൽക്കാൻ പറ്റില്ല, അതുപോലെ ആട്ടോ വെള്ളം തന്നെ. അയ്യോ, ഇല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര വെള്ളം. എൻ്റെ പൊന്നോ. ഓ, എന്നാലും ആൾക്കാരൊക്കെ ഇറങ്ങണ്ട കേട്ടോ അങ്ങോട്ട്. ഇന്നത്തെ വെള്ളം നോക്കി. അടിപൊളി. എന്നെ വെള്ളമല്ല, അയ്യോ, ഈ വെള്ളത്തിന് അതിൻ്റെ താഴെ ആൾക്കാരുണ്ടല്ലോ. അതെ, ഇവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ, ബ്രൂ കോഫി, ബൂസ്റ്റ് ചായ, ലെമൺ ടീ, അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുരിശിൻ്റെ അവിടെ നിന്ന് വന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മേളിൽ നിന്ന് ടോപ്പിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റെപ്പ് ഇറങ്ങി വന്നത് താഴത്തേക്ക്. അപ്പോൾ അത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ താഴെ വഴി വന്നേട്ടോ. പിന്നെ അതുപോലെ അരീക്കൽ എക്സോട്ടിക് എന്ന് പറഞ്ഞ പാർക്കുണ്ട് ഏറ്റവും ടോപ്പിൽ ഇവിടെ ആയിട്ട്. ആൾക്കാർ പൊതുവെ കുറവാണ്. എന്നടാ അവിടെ പോയിരിക്കണേ? അവിടെ വലിയ വെള്ളമില്ല. അപ്പുറത്ത് അവരിയ്ക്കണ സ്ഥലത്ത് ചെറിയൊരു വെള്ളമുള്ളൂ, മറ്റേ സ്ഥലത്തൊക്കെ നോക്കി. അയ്യോ, ഇതാട്ടോ ടോപ്പിൽ നിന്ന് വരുന്ന വഴി. ഇതാണ് ഇവിടുന്ന് വരുന്ന ഒരു ഫുള്ള് വ്യൂ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു തോടുണ്ട്, അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടമായിട്ട് വരുന്നത്. എടാ പാന്നാ
ആ ചേട്ടന്മാർ നിൽക്കണമൊക്കെ അവിടെ. പിന്നില്ലേ ഇവിടെ വന്നാൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മെയിലും അതുപോലെ ഫീമെയിലിനുള്ള ഏറ്റവും അങ്ങേറ്റത്തായിട്ട്. ആ അപ്പോൾ എല്ലാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരെ പോകട്ടെ, വേറെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകാൻ പോടാ. അപ്പോൾ അരികെ ടോപ്പിലെ വ്യൂസ് ആണ് ഇതിപ്പോൾ കാണാൻ പോകുന്നത്. നേരെ നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. ആ അപ്പോൾ അരികെ ടോപ്പിലെ വ്യൂസ് ആണ് നമ്മൾ ആ കുരിശിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങണില്ല. ഇതാണ്ടോ, ഇതാണ് ബേഡ്സ് പാർക്ക്. ആ ഇതാണ് നമ്മൾ ആ താഴെ നിന്ന് കണ്ട ബേഡ്സ് പാർക്ക് ഇവിടെ. അപ്പോൾ തോടുകളൊന്നും കാണിച്ചു കൊടുത്തു വന്നേക്കടാ, വെള്ളം ചാടുന്ന സ്ഥലം. ഇതാണ് ടോപ്പിൽ നിന്ന് വരുന്ന തോട്. അപ്പോൾ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിനും കാര്യത്തിനായിട്ട് എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഫുഡ് കഴിക്കാൻ ഹോട്ടല്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അരീക്കൽ എക്സോട്ടിക് ബേഡ്സ് പാർക്ക്, അവിടെ പാമ്പുകൾ അതുപോലെ പക്ഷികൾ അങ്ങനെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മളിതുവരെ പോയി കണ്ടിട്ടില്ല.